തിരുവനന്തപുരത്തെ നരുവാമുടി ജംഗ്ഷനിൽ ആഴിമല ക്ഷേത്ര മേൽശാന്തി ശ്രീ ജ്യോതിഷ് പോറ്റി അവറുകളുടെ കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകം നടത്തുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ വർഷവും കുംഭാഭിഷേകം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കും ശിവലിംഗത്തിൽ സ്വയം അർച്ചന നടത്താവുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഭാഗ്യവുമാണ്. പാലഭിഷേകം, തൈരഭിഷേകം, തേനഭിഷേകം, ഇളനീറഭിഷേകം, കുങ്കുമാഭിഷേകം, ഭസ്മാഭിഷേകം, പുഷ്പാഭിഷേകം എന്നീ അഭിഷേകങ്ങളെല്ലാം ഭക്തർ ശിവലിംഗത്തിൽ ചെയ്യുന്നത് നമുക്ക് കൺകുളിർക്കെ കാണാം. സൗഖ്യത്തിനും സ്ഥാനക്കയറ്റത്തിനുമായി ഭഗവാന് തൈരഭിഷേകം നടത്താൻ സാധിക്കുന്നതാണ്. തേനഭിഷേകം കഴിഞ്ഞാൽ ഭഗവാന് നെയ്യ് അഭിഷേകം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. തൈരഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാന് നെയ്യ് അഭിഷേകം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നെയ്യ് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ പാലഭിഷേകം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുവാൻ എത്തിച്ചേരേണ്ടതാണ്. തേനഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തേനുമായി കടന്നു വണ്ണം അഭ്യർത്ഥിക്കുന്നു. തേനഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാന് നെയ്യഭിഷേകം ഉണ്ടായിരിക്കും. നെയ്യഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചന്ദനാഭിഷേകം ഉണ്ടായി. ചന്ദനാഭിഷേകം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നെയ്യഭിഷേകവും കഴിഞ്ഞിരിക്കുന്നു.
ചന്ദനാഭിഷേകമാണ്. പഞ്ചസാര അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ കരിമ്പിൻ നീര് അഭിഷേകം ആരംഭിക്കുന്നു. കരിമ്പിൻ നീര് അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇളനീർ അഭിഷേകം. ഇളനീർ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ MP ശ്രീ അജികുമാറിനെ ക്ഷണിക്കുന്നു. ബിജുവിനെ ക്ഷണിച്ചോളുന്നു. അടുത്തതായി കുംഭാഭിഷേകം ചെയ്യുന്നതിന് കിരണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത കുംഭാഭിഷേകം നേർച്ചയായി നടത്തുന്നത് സതീഷ്. ബ്രഹ്മകുംഭം ഭസ്മാഭിഷേകം നടത്തുന്നതിനായി സജുവിനെ ക്ഷണിക്കുന്നു. शंभो मंगेश्वर शंभो शिवहर शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख शंभो सदाशिव शंभो मंगेश्वर शंभो शिवहर शंभो चतुर्मुख കുംഭാഭിഷേകം കാണാനുള്ള ഭാഗ്യം ശിവഭഗവാൻ തന്നതിന് ഒരുപാട് നന്ദി.